ഒരുപാട് നേരം ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റി നിൽക്കണ്ട. അപ്പോൾ വഴറ്റൽ പരിപാടിയൊന്നും ഇല്ലാത്ത ഒരു ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ യമനി സുർബിയാൻ ബിരിയാണിയാണ്, ഒതൻറ്റിക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. വൈറ്റ് ബസ്മതിയാണ്, 3 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു മസാലപ്പൊടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലി, പിന്നെ 1 ടീസ്പൂൺ നിറച്ച് ചെറിയ ജീരകം, പിന്നെ 2-3 കഷ്ണം പട്ട, ചെറിയ കഷ്ണം കേട്ടോ, ഒരു 4 ഏലക്കയും, ഒരു 5-6 ഗ്രാമ്പൂ, പിന്നെ വേണ്ടത് കുരുമുളകാണ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇടാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. പൊടിച്ചെടുത്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇത് മെയിനായിട്ട് വേണ്ടത് സവാളയാണ്. സവാള ഞാൻ 3 വലുതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതൊന്നും നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ വഴറ്റൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ലേ ഞാൻ, ഈ ബിരിയാണിയിൽ നമ്മൾ ഉള്ളി പൊരിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലും അതിലേക്ക് 1 സ്പൂൺ നിറച്ച് നെയ്യും ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവില്ല, നമുക്ക് ഉള്ളി പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. ഇനി അതിലേക്ക് ചൂടാകുമ്പോൾ ഉള്ളി ഇടാം. ഉള്ളി ഇട്ട ഉടനെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്താൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കരിയാൻ പാടില്ല, ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ കോരി മാറ്റിയേക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പൊരിച്ച് കോരിയാലും അതിലിരുന്നിട്ട് ഒന്നും കൂടെ മൊരിയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ പൊരിച്ച് കോരി മാറ്റിയേക്കണം കേട്ടോ. ഇനി വേണ്ടത് നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പൊരിച്ച ഉള്ളിയിൽ നിന്ന് ഒരു 1/4 ഭാഗം മാറ്റി വെക്കാം. അത് പിന്നീട് നമുക്ക് ദമ്മ് ചെയ്യുമ്പോൾ ഇടാനുള്ളതാണ്. ബാക്കി മുഴുവൻ ഉള്ളി നമുക്ക് അരക്കണം. അരക്കുമ്പോൾ അതിൻ്റെ കൂടെ 1/2 കപ്പ് തൈരാണ് ഇപ്പോൾ ചേർത്തത്. പുളി ഇല്ലാത്ത തൈര് ചേർക്കണം കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, അതല്ലെങ്കിൽ 1 കുടം വെളുത്തുള്ളി 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടെ ഇടാം. ഇപ്പം ഞാൻ പേസ്റ്റാണ് ഇട്ടത്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടിയിൽ അത് മുഴുവനായിട്ട് ഇടാം കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ചിക്കൻ സുർബിയാന ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ പൊടി ഇതിൽ തന്നെ ഇട്ട് അരക്കുകയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ. സാധാരണ സുർബിയാനിൽ യമനി റെസിപ്പിയിൽ മുളക് പൊടി ചേർക്കാറില്ല, ഞാൻ ഇതിൽ ചേർത്തതാണ് കേട്ടോ. അത് അരച്ചിട്ട് നന്നായി അരച്ച് പേസ്റ്റാക്കിയിട്ട് മാറ്റിയേക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്ത് അരക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഉള്ളി പൊരിച്ച എണ്ണ തന്നെയാണ് ബിരിയാണി പോട്ടിലേക്ക് ഒഴിച്ചത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ, കുറഞ്ഞാലും കുഴപ്പമില്ല. അതിലേക്ക് 2 ബേ ലീഫ് ഇട്ടു. അതിനുശേഷം ഞാൻ 3/4 കിലോ ചിക്കനാണ് ഇട്ടത്. ചിക്കൻ ഒന്ന് വഴറ്റി ലൈറ്റായിട്ട് കളറ് മാറി വരുമ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ വേണ്ടത്. അത് മുഴുവനായിട്ട് ഇടാം. കുറച്ച് വലിപ്പം കൂടിയതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് ഇടാം. അങ്ങനെ ഞാൻ ഇവിടെ ഒരു 5 ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് ഇട്ടത്. അതൊന്ന് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ മസാല പേസ്റ്റിൽ ഉള്ളി തൈരൊക്കെ അത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഇളക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ചേർക്കാം. ഇനി ഇതിൽ വേറെ ഒരു പരിപാടിയില്ല ഈ മസാലയിൽ. ഇതൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം, അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ തന്നെ ഒഴിച്ചിട്ടുള്ളൂ. ചെറിയ തീയിലാവുമ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് ആ ബസ്മതി റൈസ് കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. 10 മിനിറ്റ് കുതിർത്താൽ മതി കേട്ടോ, കൂടുതൽ സമയം വെക്കരുത്. പിന്നെ ഇത് കുങ്കുമപ്പൂവാണ്, അതും ഈ ഒരു റെസിപ്പിയിൽ ആവശ്യമാണ്, ഒതൻറ്റിക് ആയതുകൊണ്ട്. ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവുണ്ടാവും. പിന്നെ നമുക്ക് ഈ റൈസ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളക്, അതൊക്കെ കുറേശ്ശെ ഇടുക. ഉപ്പും ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച അരി വെള്ളം വാർത്ത ശേഷം അതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇതിന് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, തിളപ്പിച്ച് ഊറ്റുകയാണ് ചെയ്യണം. അപ്പോൾ വേവിച്ച് ഊറ്റിയെടുക്കുക ചെയ്യണം. അപ്പോൾ വെള്ളം കുറച്ച് അധികം വെക്കണം കേട്ടോ. ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കനും ഇപ്പുറത്തെ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മട്ടനും ബീഫൊക്കെ ഇനി പെരുന്നാളാവുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ അത് കുക്കറിലൊന്ന് ആദ്യം വേവിച്ചിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ. മുഴുവനായിട്ടല്ല, 1/4 ഭാഗം വേവിച്ചിട്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്, കാരണം ആ ഉരുളക്കിഴങ്ങ് നമ്മൾ മുറിക്കാതിട്ടതല്ലേ, അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനും വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് ചാർക്കോൾ ചൂടാക്കിയിട്ട് ഒരു ബൗളിലാക്കിയിട്ട് ഓയിൽ ഒഴിക്കുക, എന്നിട്ട് അടച്ച് വെക്കുക ഒരു 5 മിനിറ്റ്. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യണില്ല. അപ്പോൾ ചിക്കൻ വെന്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ചോറും വെന്തിട്ടുണ്ട്. ചോറ് 80% വെന്തതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ആ ചോറിൻ്റെ പകുതി ഇതിൻ്റെ മുകളിലിടാം. അപ്പോൾ വെള്ളം ഞാൻ നല്ലോണം ഊറ്റി കളഞ്ഞിട്ടാട്ടോ ഇടുന്നത്. വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നതന്നെ ഉള്ളൂ. വെള്ളം ഫുള്ളും കളഞ്ഞിട്ട് വേണം ഇടാൻ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഈ സാഫ്രോൺ മുഴുവൻ പകുതി ഇട്ട് കൊടുക്കാം.
ഫസ്റ്റത്തെ ലെയറല്ലേ, അതിൽ ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉള്ളി പൊരിച്ചതാണ് ഇടേണ്ടത്. മല്ലിയില പുതിന അങ്ങനെയൊന്നും ചേർക്കൂല. അതൊക്കെ നമ്മളെ ഇന്ത്യൻ ഫ്ലേവറുള്ള ബിരിയാണിയിലാണ് അത് ചേർക്കാറുള്ളത് അധികവും. അപ്പോൾ ഇതിലതൊന്നും ഇല്ല കേട്ടോ. ഇനി ബാക്കി വന്ന റൈസും അതിൻ്റെ മുകളിലിടാം. എന്നിട്ട് ഇതേപോലെ സാഫ്രോൺ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത സാഫ്രോണിൽ അങ്ങനെ വല്ലാതെ യെല്ലോ കളർ വന്നിട്ടില്ല. ഒറിജിനൽ സാഫ്രോണാണെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് യെല്ലോ കളറും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്. ചിലർ യെല്ലോവും റെഡും മിക്സ് ചെയ്തിട്ടും 2 കളർ ആക്കാറുണ്ട് കേട്ടോ ഈ റൈസ്. അപ്പം ഞാനിത് ഈ കുങ്കുമപ്പൂവിന് കളർ കുറവായതുകൊണ്ട് മാത്രമാണ് ഞാൻ കളർ ചേർക്കുന്നത്. വളരെ കുറച്ചേ ചേർക്കണുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ആ സവാള പൊരിച്ചതിൻ്റെ ബാക്കി ഇടാം. അതേപോലെ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ളതൊന്നും ചേർക്കാറില്ല. അതിന് പകരം ബദാമാണ് ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ ബദാം ഫ്രൈ ആക്കിയിട്ടാണ് ഇടേണ്ടത്. ഇപ്പോൾ എൻ്റെ അടുത്ത് റോസ്റ്റ് ചെയ്ത ബദാം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു. ഇല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി ഫ്രൈ ആക്കിയിട്ട് അതിന് മേലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ പറഞ്ഞ പോലെ മല്ലിയില അങ്ങനത്തെ ഒന്നും വേണ്ട. മല്ലിയില ഇട്ടാലാണ് കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാനതൊന്നും ഇടുന്നില്ല. അത് ഒതൻറ്റിക് റെസിപ്പി ആയതുകൊണ്ട് ആ ഒരു രീതിക്ക് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ചിക്കനിൽ സ്മോക്കി ഫ്ലേവർ കൊടുക്കാത്തൊരു റൈസിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുക. ഈ സമയത്ത് ചാർക്കോൾ ചൂടാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ദമ്മിൽ വെക്കുക. ഞാനത് ചെയ്യണില്ല. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ച് മൂടിയിട്ട് പിന്നെ ചെറിയ തീയിൽ ഒരു 25 മിനിറ്റ് ദമ്മ് ചെയ്തെടുക്കുക. വളരെ ചെറിയ തീയിൽ വേണം വെക്കാൻ കേട്ടോ. അപ്പോൾ 25 മിനിറ്റ് നന്നായി ദമ്മ് ചെയ്തിട്ടുണ്ട്. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ അത് തുറന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി ബിരിയാണിയാണ്. വെറൈറ്റി സ്മെല്ലാണ്. നമ്മുടെ സാധാരണ ബിരിയാണി പോലെയല്ല. ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് വേറെയാണല്ലോ. പിന്നെ ഇതിൽ തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്, യമനി സുർബിയാൻ. അപ്പോൾ അത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം. കുറച്ച് അളവൊക്കെ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ട് ഇതിൽ, അപ്പോൾ അത്രയും വലിയ പാത്രത്തിൽ കമഴ്ത്തിയിടാൻ പറ്റില്ല. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് ഇളക്കി എടുക്കണം. ഏറ്റവും അടിയിലാണല്ലോ നമ്മൾ ചിക്കനും അതിൻ്റെ മസാലയൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് പതുക്കെ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നാലാണ് ആ ഒരു റൈസ് നല്ല ഭംഗിയിലുണ്ടാവുള്ളൂ, ബ്രൗണും യെല്ലോ വൈറ്റൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ യമനി സുർബിയാൻ റൈസ് ഇവിടെ റെഡിയായി. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. പിന്നെ ഒരു കാര്യം മറന്നു, നമ്മളിതിൽ ചേർത്ത ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതും അതിൽ ആ ചിക്കൻ്റെ ആ എല്ലാ മസാലയും ഉരുളക്കിഴങ്ങിലും പിടിച്ചിട്ട് അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഉരുളക്കിഴങ്ങിന്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്, അതും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ റൈസ് എന്നുള്ള ഓപ്ഷനിൽ ഞാൻ വേറെയും ബിരിയാണികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് നോക്കിയിട്ട് പെരുന്നാളിന് ട്രൈ ചെയ്യാം കേട്ടോ. അതിൽ കനൽ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.